ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഈ ചാനലിന് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ റീഡിങ്സ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ അവൈലബിൾ ആണ്. എന്നെ എൻക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെക്കുറിച്ച് എൻക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ, കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചെക്കൗട്ട് ചെയ്യുക ആൻഡ് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. അവിടെ ഞാൻ നിങ്ങൾക്കെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ഇമ്മീഡിയറ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ലീബ്ര. അവിടെ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ലീബ്രയുടെ ഓവറോൾ എനർജി. ലീബ്രയുടെ ഓവറോൾ എനർജിയാണ് സ്റ്റാർ. നിങ്ങളുടെ ഈ പേഴ്സന്റെ ഓവറോൾ എനർജി ആണ് സൺ. നിങ്ങളുടെ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ ഇപ്പോൾ ആണ് എംപ്രസ്. അപ്പോൾ എല്ലാം മേജർ അർക്കാനാസ് ആണ്. അപ്പോൾ ഇതൊരു മേജർ എനർജി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മേജർ ടേണിംഗ് പോയിന്റ് ആണ് ഇത്. അപ്പോൾ സ്റ്റാർ ഇവിടെ അക്വേറിയസ് എനർജിയാണ്. നിങ്ങളുടെ എനർജിയിൽ ഞാൻ ഹീലിംഗ് കാണുന്നുണ്ട്. ഈ സമയത്ത് ഒരു വിഷ് ഫുൾഫിൽമെന്റും കാണുന്നുണ്ട്. നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. ഈ പേഴ്സന്റെ എനർജിയും സൺ ആണ്. ഇവർ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഇവരുടെ എനർജിയിൽ ഹാപ്പിനെസ് ആൻഡ് അബണ്ടൻസ് ആണ് ഞാൻ കാണുന്നത്. ഈ സമയത്ത് ക്ലാരിറ്റി ഉണ്ട് ഇവരുടെ മനസ്സിൽ. അവര് നിങ്ങളുടെ കൂടെ ഹാപ്പി ആണെന്നാണ് ഇവിടെ ഞാൻ കാണുന്നത്. എംപ്രസ് ഇവിടെ കറന്റ് സിറ്റുവേഷൻ ആണ്. നിങ്ങള് ഈ പേഴ്സണെ കല്യാണം കഴിക്കാൻ ആണ് പ്ലാൻ ചാ ഇവിടെ ഒരു പ്രപ്പോസൽ ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങളുടെ ഓൾറെഡി കല്യാണം കഴിഞ്ഞുച്ചാ ഇത് ഒരു പ്രഗ്നൻസിയുടെ ന്യൂസ് ആയിരിക്കാം. ഓറൽസ് നിങ്ങൾ രണ്ടാളും ഇപ്പൊ മീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. പറഞ്ഞാൽ ഇതൊരു കുറെ ഒരു പൊട്ടൻഷ്യൽ റിലേഷൻഷിപ്പ് ആവാൻ വഴിയുണ്ട്. ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ കുറെ ഗ്രോത്ത് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഫെർട്ടിലിറ്റി ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ സ്റ്റാർ ഇവിടെ നിങ്ങളുടെ എനർജിയിൽ? സ്റ്റാർ എന്താണ്? Ten of Swords. അപ്പോൾ ഈ സ്റ്റോറി മുഴുവനെ ചേഞ്ച് ആയി. Ten of Swords and Four of Pentacles. സോറി, ഞാൻ ആ ഫസ്റ്റ് കാർഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. പക്ഷെ ഇപ്പോൾ സ്റ്റോറി കുറച്ച് ചേഞ്ച് ആയിരിക്കണു. Five of Swords ഈ പേഴ്സന്റെ എനർജിയിൽ, Three of Pentacles, Empress. ഓ ഗോഷ്. അപ്പോൾ ലീബ്ര ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാ, നിങ്ങളുടെ ഈ എനർജി, സ്റ്റാർ എനർജി ആക്ച്വലി ഒരു ഹീലിംഗിന്റെ എനർജിയാണ്. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഒരു ബിട്രിയൽ മാതിരി നിങ്ങൾ ഫീൽ ചെയ്യണു. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ എനർജി ഈ പേഴ്സന്റെ അടുത്ത് വിഡ്രോ ചെയ്തിരിക്കണു. ഈ പേഴ്സന്റെ എനർജിയിൽ സൺ ഉണ്ട്. ഇവിടെ ക്ലാരിറ്റിയുടെ എനർജി ഉണ്ട്. അവര് ഡെഫിനറ്റ്ലി നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ പാർട്ട്ണർ ആയിരിക്കാം, ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം. ആൻഡ് ആ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ കുറെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് ആ പേഴ്സന്റെ എക്സും ആവാം, ഒരു എക്സ് റിലേഷൻഷിപ്പിലെ പേഴ്സൺ, ഒരു പാസ്റ്റ് പേഴ്സൺ ആവാം. പക്ഷെ എന്തായാലും ഈ തേർഡ് പാർട്ടിയാണ് ഈ റിലേഷൻഷിപ്പിൽ കുറെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണത്. ഇവിടെയും ഈ എംപ്രസും എംപററും മാരിഡ് കപ്പിളാണ്. ഓക്കെ, ആൻഡ് ഇവിടെ തേർഡ് പാർട്ടി. അപ്പൊ ഇത് വെരി ക്ലിയർലി ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആണ്. എംപറർ എംപ്രസ് ഒരു പവർ കപ്പിളാണ്. ആൻഡ് Five of Wands ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. ഓക്കെ, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങളുടെ ഫീലിങ്സ് ടെമ്പറൻസ്,
ജസ്റ്റിസ് ആൻഡ് മൂൺ. അപ്പോൾ ഇതിൽ വേറെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. കാരണം ആ തേർഡ് പാർട്ടിയുടെ കാരണം ഇവിടെ കുറെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ ഫൈറ്റ്സ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതാണ് അതും ആവാം. ഓക്കെ, സ്റ്റോറി. അപ്പൊ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ജസ്റ്റിസ് ആണ്, ടെമ്പറൻസ് ആണ്, മൂൺ ആണ്. ആദ്യം ഇതൊക്കെ മേജർ ആർക്കാനാസ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി നവംബർ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട മാസമാണ്, ഇമ്പോർട്ടൻറ്റ് മന്ത് ആണ്. ലീബ്ര ജസ്റ്റിസ് ലീബ്രയുടെ എനർജിയാണ്, മൂൺ ക്യാൻസർ പൈസീസ് ആണ്, ടെമ്പറൻസ് സാജിറ്റേറിയസ് ആണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ബാലൻസ് വേണം, ഹീലിംഗ് വേണം, ജസ്റ്റിസ് വേണം. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു അൺഫെയർ വേയിൽ ട്രീറ്റ് ചെയ്തു, ബിഹേവ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റിസ് വേണം. നിങ്ങൾക്ക് ഇവിടെ കാർമിക് ജസ്റ്റിസ് ആണ് വേണ്ടത്. ചില കേസസിൽ ഇത് ഒരു റീകൺസിലിയേഷനും ആവാം. നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ടാവും. ഈ പേഴ്സന്റെ കൂടെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, ഓറൽസ് ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം വേറെ ആരുടെയോ കൂടെ. അപ്പൊ ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? കിങ് ഓഫ് പെന്റിക്കിൾസ്, പേജ് ഓഫ് സ്വേർഡ്സ്. അപ്പൊ ഇവിടെ ഞാൻ ടോറസ് എനർജി കാണുന്നുണ്ട്. ഓക്കെ, ദ കിങ്ങും ക്വീൻ ഓഫ് പെന്റിക്കിൾസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ മാരീഡ് ആണ്, പക്ഷെ എന്തോ ഒരു അവർക്ക് നിങ്ങളുടെ കൂടെയാണ് ഈ പാഷൻ ഉള്ളത്. ഓക്കെ, അവരുടെ കുട്ടികളും ഉണ്ട്. ഇവിടെ അങ്ങനെയും ഒരു ചാൻസ് ഉണ്ടാവാം, അങ്ങനെയും ഒരു സിറ്റുവേഷൻ ആവാം. അവരുടെ കുട്ടികളുണ്ട്. അതല്ലച്ചാ ഈ പേഴ്സൺ മാരീഡ് ആണ്, പക്ഷെ അവർക്ക് ആ മാരേജിൽ പറഞ്ഞ മേ ബി അതൊരു സ്റ്റേബിൾ മാരേജ് ആണ്, പക്ഷെ അതിൽ ഒരു പാഷൻ ഇല്ല. അവർക്ക് നിങ്ങളുടെ കൂടെയാണ് അട്രാക്ഷൻ ഉള്ളത്. അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഓൺലൈൻ. അവർ നിങ്ങളെ കുറെ മുമ്പേ തൊട്ടിട്ട് തന്നെ നോട്ടീസ് ചെയ്തിരിക്കണു. പക്ഷെ മേ ബി കുറച്ച് സമയം എടുത്തു അവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. ഇവര് നിങ്ങളോട് അവരുടെ മാരീഡ് ആവണ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അറിയില്ല. പക്ഷെ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പൊ എന്താണ് ഇവിടെ ഈ നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്താണ്? 3 of Cups. നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറെ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പില് ഒരു ഫ്യൂച്ചർ വേണം. നിങ്ങളുടെ വിഷ് എന്താ വെച്ചാൽ ഈ പേഴ്സൺ ആ തേർഡ് പാർട്ടീനെ വിട്ടിട്ട് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ ഇവിടെ ഉണ്ടാവണം എന്നാണ് നിങ്ങളുടെ ഇന്റൻഷൻ. നിങ്ങൾക്ക് ഈ പേഴ്സണെ കൂടെ മാരീഡ് ചെയ്യണം, ഒരു കല്യാണം വേണം, ഒരു ഫ്യൂച്ചർ വേണം. അങ്ങനെയാണ് നിങ്ങളുടെ പ്ലാൻ, നിങ്ങളുടെ ഇന്റൻഷൻ. ഇവരുടെ ഇന്റൻഷൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇവരുടെ ഇന്റൻഷൻ ക്ലിയർ അല്ല, അവര് ഷുവർ അല്ല. ഓക്കെ, അവർ കുറെ കൺഫ്യൂസ്ഡ് ആണ്, എന്താ വേണ്ടെന്ന് അറിയില്ല. ആൻഡ് അവർക്ക് ഓണസ്റ്റ്ലി ആ ഇന്നർ സ്ട്രെങ്ത് ഇല്ല ഈ സമയത്ത് നിങ്ങളോട് ആ എന്താ കാര്യങ്ങളൊക്കെ ശരിയായി പറയാനുള്ള ഗട്ട്സ് ഇല്ല. അവരുടെ മനസ്സിൽ എന്തായാലും ഇപ്പോൾ കൺഫ്യൂഷൻ തന്നെയാണ്. അവർക്ക് ഒരു പേഴ്സണെ വിടണം എന്ന് അവർക്ക് അറിയാം. അത് നിങ്ങളാണോ അവരുടെ പാർട്ട്ണറിനെയാണോ അവർക്ക് വിടണ്ടേ, അത് അവർ ഷുവർ അല്ല. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങളുടെ എന്താണ്? കിങ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഇവിടെ അതാണ് ഞാൻ കാണുന്നത്. ഇതിൽ ഒരു സ്ലോ ഡൗൺ ആവുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. കാര്യങ്ങൾ മുമ്പോട്ട് പോണില്ല. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഗ്നന്റ് എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൺ എത്രയും അവർക്ക് പറ്റുന്ന വെച്ചാൽ അവർ ഡിലേ ചെയ്യും. നിങ്ങളുടെ സൈഡിൽ നിന്നും ഞാൻ കാണുന്നത് ആക്ഷൻ അത്രേ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കൺസിസ്റ്റൻസി വേണം, പക്ഷെ കുറെ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. ഇപ്പൊ ആ വെയിറ്റിംഗ് എന്തുകൊണ്ടാണ്? അവർ നിങ്ങളോട് എന്തെങ്കിലും പ്രോമിസ് ഇതുണ്ടാവും, അത് ഞാൻ ഇത്ര കൊല്ലം കഴിഞ്ഞാൽ അവരെ വിടും ഇല്ല അങ്ങനത്തെ എന്തെങ്കിലും പ്രോമിസ് ആണ് വെച്ചാൽ മേ ബി നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓരോ ഈ പേഴ്സൺ എന്താ ഡിസിഷൻ എടുക്കണേന്ന് അത് ഹോപ്പ് ചെയ്തുകൊണ്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ പേഴ്സന്റെ ആക്ഷൻ എന്താണ്? അവർ നിങ്ങൾക്ക് അവർ ഇവിടെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഒരു ചോയ്സ് അവരുടെ
ഉണ്ട്. ഞാൻ കാണുന്നത് ഇവരെ ഒരു ചോയ്സ് ഉണ്ടാക്കും. ഈ ചോയ്സ് നിങ്ങളോ അവരുടെ എക്സിസ്റ്റിംഗ് പേഴ്സന്റെ ഇടയ്ക്കാണ് അവർ ചോയ്സ് ഉണ്ടാക്കുക. ഈ ചോയ്സ് എന്താണെന്ന് ഇപ്പോ പറയാൻ ഡിഫിക്കൾട്ടാണ്. എന്നുവെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഇത് ഒരുമാതിരി ആവില്ല. പക്ഷെ ഇവിടെ ഈ പേഴ്സൺ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. ഔട്ട്കം എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം? ചാരിയറ്റ് ആണ്. അപ്പൊ അഗൈൻ ഇതൊരു ചോയ്സിന്റെ എനർജിയാണ്. അവര് മിക്കവാറും ഇവിടെ അവരുടെ ഫാമിലിനെ വിടില്ല. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ഹേർട്ടിന്റെ ഫീലിംഗ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു മാരേജ് ഞാൻ കാണുന്നുണ്ട്. അവർ ഈ മാരേജിനെ വിടില്ല. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പും ഞാൻ കാണുന്നത് ഒരു ബാലൻസ് ആയിട്ടാണ്. അപ്പൊ മേ ബി അവര് നിങ്ങളുടെയും അവരുടെയും രണ്ടും ഓപ്ഷൻ ഓപ്പൺ ആയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. അറിയില്ല അതെങ്ങനെയാ, നിങ്ങളുടെ അഗ്രിമെന്റ് എങ്ങനെയാ ഉണ്ടാവുക അറിയില്ല. പക്ഷെ അങ്ങനെയാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഈ പേഴ്സൺ അവരുടെ പാർട്ട്ണറിനെ വിടാൻ പോകില്ല. അത് വെച്ചിട്ടാണ് അവർ നിങ്ങളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ എന്താണ് ഇവിടെ ഈ പേഴ്സന്റെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഐ വിഷ് ഐ കുഡ് ഷെയർ മൈ ഗുഡ് ന്യൂസ് വിത്ത് യു. We need to let each other go. I am becoming a better person. I knew exactly what I was doing. അപ്പോൾ ഇതാണ് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ടോറസ്, ക്യാൻസർ, അക്വേരിയസ്, ലിയോ, ലീബ്ര, ജെമിനായി ഉണ്ട്. ആക്ച്വലി കുറെ മേജർ അർക്കാനസ്, സാജിറ്റേറിയസ് ഉണ്ടായിരുന്നു മുമ്പേ, സ്കോർപിയോ, ഏരീസ്. ഓക്കെ, അപ്പോൾ കുറെ സൈൻസ് ഉണ്ട് ഇവിടെ. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പേഴ്സണലായി റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.